മേജർ ജനറൽ ശ്രീ ഇന്ദ്രപാൽ ഉണ്ട്. സർ, കാത്തിരിപ്പാണ് നമ്മൾ കുറേ മണിക്കൂറുകളായി, കുറേ നാളുകളായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പുതിയ സിഗ്നൽ കൂടി, മച്ച് സ്ട്രോങ്ങർ സിഗ്നൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അതേക്കുറിച്ച് കൂടുതലായി പറയാൻ സാധിക്കുക സർ? ഇന്നലെ പറഞ്ഞ പോലെ ഐറ്റംസ് നാളെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് റേഞ്ച്, ട്രക്ക്, ഒന്ന് പൈലന്, പിന്നെ ഒരു ക്യാബിൻ. 3 spots we got yesterday. ആ 3 spots CP3 was strongest. അപ്പൊ we were almost sure. ബട്ട് രാത്രി നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ആ സിഗ്നൽസിൽ കുറച്ച് സ്കാറ്റേർഡ് ഓബ്ജക്ട്സും കിട്ടി. അപ്പൊ അതിന്റെ ലെങ്ത്തും ഡയമെൻഷൻസും പൊസിഷനും നമ്മൾ കൊടുത്തു. സാർ, ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ടെന്ന് തോന്നുന്നു. അവിടെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. സാറിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നില്ല. ഒന്ന് ഫിക്സ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം സർ. എന്തായാലും ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലിനാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മച്ച് സ്ട്രോങ്ങർ സിഗ്നലാണ് ലഭിച്ചത്. മറ്റൊരു ഇടത്ത് നിന്നാണ് ലഭിച്ചതെന്ന് പറയുന്നത്. ഈ മൺകൂനയ്ക്ക് അടുത്താണ്. അതിൽ കുറച്ചുകൂടി വ്യക്തമായൊരു ട്രക്ക് പ്രൊഫൈൽ നൽകുന്നുണ്ട് ആ സിഗ്നൽ എന്നാണ് സാങ്കേതികമായി പറയുന്നത്. എങ്കിൽ അത് അർജുൻ്റെ ട്രക്കാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതേസമയം തന്നെ അർജുൻ ട്രക്കിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ട്രക്കിൽ ഉണ്ടായിരുന്നില്ല എന്ന സംശയം ബലപ്പെടുന്നുണ്ട് എന്നാണ് കരയിൽ അന്വേഷണം നടത്തുന്ന SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട പരിശോധന സമാന്തരമായി തന്നെ കരയിലും നടക്കുന്നുമുണ്ട്. ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ എം ഇന്ദ്രപാലൻ സാർ സംസാരിച്ചെങ്കിലും കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായില്ല. ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സൂചിപ്പിച്ചത് ആ 4ാമത്തെ സ്പോട്ടിനെ കുറിച്ചാണ്. ശക്തമായ സിഗ്നൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ട്രക്കിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ നൽകുന്ന സിഗ്നലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കേന്ദ്രീകരിക്കുന്നു, ആ സ്പോട്ട് കേന്ദ്രീകരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെയും കണ്ടതാണ്. പക്ഷേ ഈ വാഹനം സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണ്, എങ്ങനെയാണ്, അതെന്ത് സംവിധാനം ഉപയോഗിച്ച് പൊക്കിയെടുക്കണം, ഇതിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായ കാരണം കറണ്ടാണ്, അവിടുത്തെ ഒഴുക്കാണ്. അതിശക്തമായി തന്നെ ഗംഗാവലി നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കുറയാതെ ഒരു രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ വാഹനത്തിനെ പൊക്കിയെടുക്കുക അത് സാധ്യമല്ല എന്ന് തന്നെയാണോ? പ്രജൻ, ഒരു കാര്യം ഓർക്കണം. 11ാം ദിവസവും നമ്മൾ പറയുന്നത് ഈ സിഗ്നലിനെ കുറിച്ചാണ്. അത് പല സ്ഥലങ്ങളിലായി സ്ട്രോങ് സിഗ്നൽ കിട്ടുന്നു എന്ന് പറയുന്നു. ചിലപ്പോഴത് സാങ്കേതിക പിഴവ് സംഭവിക്കുന്നു. ഞങ്ങൾക്കൊരു സാങ്കേതിക പിഴവ് സംഭവിച്ചു, സിഗ്നൽ അവിടെ ആയിരുന്നില്ല, മറ്റൊരു സ്ഥലത്ത് കുറച്ചുകൂടി സ്ട്രോങ് സിഗ്നൽ കിട്ടുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മൾ ഈ 11ാം ദിവസമാണ് ഈ ചർച്ച നടത്തുന്നത്, ഇക്കാര്യം പറയുന്നത് എന്ന് കൂടി ഓർക്കണം. ഇപ്പോഴും കൃത്യമായി ലോറി ഇന്ന സ്ഥലത്തുണ്ട്, ആ ലോറിയിൽ അർജുൻ ഉണ്ടോ ഇല്ലയോ, അതിൻ്റെ ക്യാബിൻ ഇന്ന സ്ഥലത്താണ്, ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടിയെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ തിരയുന്നത് ലോറി എവിടെയുണ്ട് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ ഉത്തരം പോലും നമുക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വിഷമകരമായ, ദുഃഖിപ്പിക്കുന്ന വസ്തുത. പല ഘട്ടങ്ങളിൽ കിട്ടുന്ന സിഗ്നലുകൾ പുറത്തുവിടുന്നുണ്ട്. സ്ട്രോങ് സിഗ്നൽ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഇതിലും സ്ട്രോങ് സിഗ്നൽ എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് കുറച്ചുകൂടി സ്ട്രോങ് സിഗ്നൽ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആവട്ടെ, അത് നന്നായി വരട്ടെ. അത് ലോറിയുടേത്, ട്രക്കിൻ്റേത് തന്നെ ആകട്ടെ, അത് അർജുൻ്റേത് തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ ഒരു കാര്യം അപ്പോഴും ഓർക്കണം, 11ാം ദിനമാണ് ഇന്ന്. ഇന്നും നമ്മൾ ആ സിഗ്നലിനെ കുറിച്ചാണ് പറയുന്നത്. ലോറി എവിടെ, അതിൽ അർജുനുണ്ടോ, മനുഷ്യ സാന്നിധ്യമുണ്ടോ, അത് തിരിച്ചെടുക്കാൻ എന്താണ് പോംവഴി, ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം സാധ്യമാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല. രാവിലെ രക്ഷാദൗത്യ സംഘത്തിലുള്ളവർ എത്തുന്നുണ്ട്, അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ മണ്ണ് മാറ്റി പരിശോധന ഈ കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. നദിയിലേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നറിയാൻ അവിടെ ഡഗി ബോട്ടുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. അത് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മറ്റ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ പറത്തുന്നുണ്ട്, സിഗ്നലുകൾ കിട്ടുന്നുണ്ട്, അത് ഡീകോഡ് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. അപ്പോഴും ഒരു വ്യക്തതയില്ല, കൃത്യതയില്ല ഒരു കാര്യത്തിനും.
അതിന് ഒരു തീരുമാനമാകും എന്ന് കരുതുന്ന യോഗമാണ് നടക്കുന്നത്. ഇതിനോടകം യോഗം തുടങ്ങിക്കാണണം എന്ന് കരുതുന്നു. കാരണം 3 മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ യോഗ സ്ഥലത്ത് ഉണ്ട്. അവർ ഈ യോഗത്തിൽ എന്താണ് തീരുമാനമെടുക്കുന്നത്, ഇനി എങ്ങനെ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, 11ാം ദിവസമാണ്, ഇപ്പോഴും ഒരു രൂപവുമില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ഈ സിഗ്നലുകൾ കിട്ടുന്നുണ്ട് എന്നതിനപ്പുറം മറ്റൊന്നും തന്നെ ഒരു രൂപവുമില്ല എന്നുള്ളതാണ് ശരിക്കും ഉള്ള യാഥാർത്ഥ്യം. അതാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ലോറിയുടേതെന്ന് പറയുന്നു, ലോറി ഉണ്ടെന്ന് പറയുന്നു, ലോഹ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നു, സ്ട്രോങ് സിഗ്നലാണെന്ന് പറയുന്നു, 50 മീറ്റർ അപ്പുറമാണ്, 5 അടി ആഴത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്, 5 മീറ്റർ ആഴത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്ത്, അത് വളരെ ശരിയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ട്രക്ക് മാത്രമല്ല, കൂടുതൽ വാഹനങ്ങൾ നദിക്കടിയിലുണ്ട് എന്നുകൂടി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയുള്ള, സമാന്തരമായി ഈ കരയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ഹോട്ടൽ നിന്നിരുന്ന സ്ഥലത്ത്, ആ ചായക്കട ഉണ്ടായിരുന്ന സ്ഥലത്ത് സമാന്തരമായും തെരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ മണ്ണ് കൂടുതലായി എടുത്തു മാറ്റുന്നുണ്ട്, അവിടെ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ അർജുൻ ഉണ്ടായിരുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ തെരച്ചിലാണ് നടക്കുന്നത്. അതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടോ? അവിടെ പ്ലാറ്റ്ഫോം ഒക്കെ അടിച്ച്, അവിടെ ഈ റാമ്പ് അടിച്ച് പരിശോധന നടത്തും, ഈ വള്ളങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, ബോട്ടുകൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മുടെ കൺമുന്നിലൂടെയാണ് കൊണ്ടുപോയത്. പക്ഷേ നമ്മളെ ദുരന്ത സ്ഥലത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. ആ ഘട്ടത്തിൽ നമ്മൾ കരുതിയതും കാര്യമായി അവിടെ നടപടികൾ നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം ഉച്ചയോടെ നമുക്ക് അവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂർ ചിലവഴിക്കാനുള്ള സമയം കിട്ടി. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഇന്നലെയൊക്കെ തന്നെ എന്താണോ ചെയ്തത്, ഇന്നലെയൊക്കെ തന്നെ എന്ത് തെരച്ചിലാണോ നടന്നിരുന്നത്, അതേ കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കരയോട് ചേർന്നുള്ള സ്ഥലത്ത്, റോഡ് വശത്ത്, അവിടെ നിന്ന് പരിശോധന നടത്തുന്നു. അതായത് മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നു. റാമ്പ് അടിച്ചിട്ടില്ല. ഈ കൊണ്ടുവന്ന വള്ളങ്ങൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ഉപയോഗിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഹോട്ടൽ നിന്ന ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു കുഴപ്പവുമില്ലാത്തവണ്ണം പരിശോധന നടക്കുന്നുണ്ട്. ആ മണ്ണ് വന്ന് അവിടേക്ക് വീണിട്ടുണ്ടോ എന്നറിയാനാണ്. ലക്ഷ്മണന്റെ ചായക്കടയുടെ പിൻഭാഗത്ത് അവരുടെ വീട് കൂടിയാണ്. അവിടെ നിന്നും കുറേയധികം വീട്ടുപാത്രങ്ങൾ, വീട്ടു സാധനങ്ങൾ അതൊക്കെ തന്നെ കണ്ടെടുത്തു. ഇതെല്ലാം തന്നെ ശരിയാണ്. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നത്, ഒരു 8 പേർ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു. അതിൽ ഒരു 8 പേർ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു. ആ 8 പേരുടെ അവസ്ഥ, 8 പേരുടെ നില എന്ത് എന്ന് സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്. അവർ ആ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ആ പരിശോധന നടക്കുന്നത്. അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ആ പരിശോധന നടത്തുന്നത്. ഇനി അഥവാ അർജുൻ ആ കൂട്ടത്തിലുണ്ടോ എന്നൊരു സംശയം കൂടി SP അടക്കം പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയാണ് പരിശോധന നടത്തുന്നത്. അത് കൃത്യമായി നടക്കുന്നുണ്ട്, അതിന് പ്രയാസങ്ങളില്ല. പക്ഷേ ഈ ലോറി, അതുമായി ബന്ധപ്പെട്ട പരിശോധന, നദിയിലെ പരിശോധന, ഇതൊന്നും തന്നെ ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ കുറ്റം പറയുന്നില്ല. കാലാവസ്ഥയും സാഹചര്യവും അങ്ങനെയാണ്. പ്രജിൻ, ശരി. ശ്രീകാന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും നൽകി.